ഹായ് ഹലോ. നമ്മളിന്നൊരു കല്യാണത്തിന് പോവുകയാണേ. അപ്പോൾ ഇതാ പോകുന്ന വഴിയിൽ നമ്മളെ പട്ടിക്കുട്ടന്മാരെ കണ്ടിട്ട് സ്ഥിരമായിട്ടുണ്ടാവുന്നവരാണ്. അവർ കടിക്കുകയും പിടിക്കുകയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അവരോട് ഒരു ബായൊക്കെ പറഞ്ഞു ഇതാ റോട്ടുമ്മലേക്ക് ഇറങ്ങി. നമുക്ക് വേഗം തന്നെ ഒരു ഓട്ടോ കിട്ടി കേട്ടോ. ഓട്ടോയിൽ വേഗം കയറിയിരുന്നു. കാര്യം വേറെ ഒന്നുമല്ല, നമുക്ക് ATMിലൂടെ കയറണം. കാരണം ഓൾറെഡി ലേറ്റാണ്. അപ്പോൾ നമ്മൾ എത്താൻ വൈകുമല്ലോ എന്ന് കരുതി വേഗം കിട്ടിയ വണ്ടി കയറി. ഇതാ നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചുകൂടി താഴത്ത് നടക്കണം ATMിലേക്ക്. അപ്പോൾ ATMിൽ കയറി പൈസയൊക്കെ എടുത്തു. ഇതാ വീണ്ടും നമ്മൾ തിരിച്ച് വന്നോടത്തേക്ക് തന്നെ നടക്കുകയാണ് ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് തന്നെ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ ബസ് വന്നു. കൊയിലാണ്ടി ബസ്സാണ് കേട്ടോ. അപ്പോൾ വേഗം അതിലൊന്നും നോക്കിയില്ല, കയറിയപ്പോൾ നമുക്ക് സീറ്റൊന്നുമില്ല. എന്നാലും ഞാൻ ബോക്സുമിൽ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ ഇരുന്നിട്ട് വെറുതെ ഫ്രണ്ടിലോട്ട് നോക്കിയപ്പോൾ എല്ലാവരും എന്നെ തൂച്ച് നോക്കുന്നത്. വേറെ ഒന്നുമല്ല ഗൈസ്, ഞാൻ സ്ലീവ്ലെസ് ഇട്ടതുകൊണ്ടായിരിക്കാം എന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷേ എനിക്കൊന്നും പ്രത്യേകിച്ച് ഒരു ഫീലൊന്നും വന്നില്ല. കാരണം എല്ലാവരും ഇടുന്ന ഇലയായത് ഞാനൊന്നും മൈൻഡ് വെക്കാതെ ഇരുന്നു. അതിനുശേഷം നമ്മളിതാ കണയും കൂടെ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി പുഴേൻ്റെ ഒരു വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കത് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. കാരണം നടന്ന് നമ്മളൊരു വഴിയായിരുന്നു. കുറച്ച് നടന്നപ്പോൾ പിന്നെ മാവ് വന്നപ്പോൾ വേഗം കയറിയിരുന്നു കേട്ടോ. കാരണം നടക്കാനുള്ള മടിയാണ്. വണ്ടിയുമ്പോൾ ചാടി കയറിയിരുന്നു പോന്നു. കല്യാണപ്പുറലെത്തിയപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. കാരണം അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ലായിരുന്നു. പാട്ടുമേളൊക്കെ തുടങ്ങുന്നേ ഉള്ളായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം മുന്നോട്ടേക്ക് വന്നപ്പോൾ അടിപൊളി വ്യൂ ആണ് ഗായ്സ്. നോക്കൂ എന്തൊരു ഭംഗിയാണ്. നമുക്ക് വീഡിയോസോ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അവിടെ നിൽക്കാനുള്ള നേരമില്ലാത്തതിനും കൂടെ നമ്മൾ വേഗം തിരിച്ചു വന്നു. വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. വീടിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മളെ അമ്മാച്ചനാണ് ഗൈസ് ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നത്. എന്നെ ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ ചിരിച്ചപ്പോഴോ എന്താണെന്നറിയില്ല, നീയും വന്നു എന്ന് എന്നോടൊന്ന് ചോദിച്ചു കേട്ടോ. അവരെന്തോ സൊറ പറഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാനിതാ എവിടെ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ മേലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം സ്റ്റെപ്പൊക്കെ ചാടിക്കറി മേലെ എത്തി. അവരെ കണ്ടപ്പോഴാണ് എനിക്ക് ശ്വാസം നേരം വേണ്ടത്. വേറെ ഒന്നുമല്ല, അവരൊക്കെ സ്ലീവ്ലെസ് ആണ് ഇട്ടത്. അപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മളിതാ വേഗം ഫുഡ് കഴിച്ചു. ഞാനിതാ എന്താ പറയുക, നെയ്ച്ചോറും ചിക്കൻ കറിയും എന്തോ ആണെന്ന് തോന്നുന്നു, അതൊക്കെ കഴിച്ചു. കാരണം നമ്മൾ കുറേ നേരം നിൽക്കുന്നില്ലല്ലോ, ഫുഡ് കഴിച്ചിട്ട് പോകാനുള്ളതാണല്ലോ. അപ്പോൾ അത് കഴിച്ചു. പിന്നെ ചിക്കനൊക്കെ ഫോട്ടോ എടുക്കുന്ന കുറച്ച് നേരം നോക്കിയിരുന്നു. അത് മാമിയാണ് കേട്ടോ, വലിയ മാമിയാണ്. മാമീൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ മാമൻ എന്നെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും നോക്കിയില്ല, വേഗം കയറി വണ്ടിയുമ്മിലിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല. അത് പോകുന്ന വഴിക്ക് ഇതൊരു അടിപൊളിയായിട്ടുള്ള കാഴ്ച കണ്ടു കേട്ടോ. കുട്ടികളൊക്കെ കുത്തുന്നത് ഫുട്ബോൾ കളിക്കുന്നു. ഇപ്പോൾ ഈ കാലത്ത് നമ്മൾ ഫോൺ കുത്തുന്നല്ലേ കാണാറുള്ളൂ. അപ്പോൾ അവർ ഫുട്ബോൾ കളിക്കുന്നപ്പോൾ ഒരുപാട് ഹാപ്പി ആയിട്ടോ. അത് കഴിഞ്ഞ് മാമൻ എന്നെ ഇറക്കി തന്നു സ്റ്റോപ്പിൻ്റെ അടുത്ത്. അവിടെ നിന്ന് ബസ് വന്നു, കയറിയപ്പോൾ നമുക്ക് സീറ്റൊന്നുമില്ലായിരുന്നു, കുത്തൻ നിൽക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സീറ്റ് കിട്ടിയപ്പോൾ കുത്തി കൊള്ളിച്ച് എങ്ങനെയൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് ബസ്സിലിരുന്നതിൻ്റെ ഹാങ് ഓവറാണോ ഫുഡ് കഴിച്ചതിൻ്റെതാണോ എന്ന് എനിക്ക് ആദ്യം മനസ്സിലായി. അതുകൊണ്ട് ഞാൻ നല്ലൊരു നാരങ്ങ സോഡ വാങ്ങി കുടിച്ചു ഗൈസ്. വേമയും മടമടാന്ന് അടിച്ചു കുടിച്ചു. കാരണം നിൽക്കാനുള്ള സമയമില്ലായിരുന്നു. വേമയും വീട്ടിലെത്തണമല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നടക്കാനുള്ളതുകൊണ്ട് കുറച്ച് നടന്നു. പിന്നെ നമുക്കൊരു ഓട്ടോ കിട്ടി കേട്ടോ. ഓട്ടോ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ട് ഓർഡർ വിളിച്ചു എന്ന് വേണം പറയാൻ. എന്നാലും വേണ്ടില്ല, വീട്ടിലെത്താതെ വെച്ച് വേഗം കയറിയിരുന്നു. കാരണം ബസ്സൊന്നുമില്ലാത്ത സമയത്ത്. അങ്ങനെ നമ്മൾ അവസാനം വീട്ടിലെത്തിക്കുന്ന ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. ടാറ്റാ.